എസെക്കിയേൽ 34 അധ്യായം 26 വചനം. എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 34 അധ്യായം 26 വാക്യത്തിലേക്ക് നമുക്ക് എല്ലാവരും കടന്നു വരാം. എസെക്കിയേലിന്റെ പുസ്തകം 34 അധ്യായം 26. நான் அவர்களையும் என் மேட்டின் சுற்றுப்புறங்களையும் ஆசீர்வாதமாக்கி ஏற்ற காலத்திலே மழையை பெய்ய பண்ணுவேன். ആശീർവാദமான മഴ പെയ്യും. ആമേൻ. കണ്ണുകളടയ്ക്ക് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിന്മേൽ കർത്താവ് സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നല്ല പിതാവേ, ആമേൻ. இந்த வசனத்தை வாசிக்கும் பொழுது நான் அவர்களையும் என் மேட்டின் சுற்றுப்புறங்களையும் ஆசீர்வாதமாக்கி ஏற்ற காலத்தில் மழையை பெய்ய பண்ணுவேன். ആശീർവാദமான മഴ പെയ്യും. നമുക്കിപ്പോൾ ഈ വചനം പ്രകാരം വായിക്കുവാൻ കഴിയുന്നു. ഞാൻ അവയെയും എൻ്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമായി വയ്ക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യും. അത് അനുഗ്രഹകരമായ മഴ ആയിരിക്കും. நான் ஏற்ற காலத்தில் மழையை பெய்ய பண்ணுவேன். ஆசீர்வாதமான மழை பெய்யும். ഞാൻ തക്ക സമയത്ത് മഴ പെയ്യും. അത് അനുഗ്രഹമായ മഴയായിരിക്കും. விசுவாசிக்கிறவர் கரங்களை உயர்த்தி ஆமென் சொல்லலாமா? വിശ്വസിക്കുന്നവർ കൈയുയർത്തി. ஏற்ற காலத்தில் தேவனுடைய மழை நமக்காக பெய்து கொண்டு போகிறது. തക്ക സമയത്ത് നമുക്കാവുന്ന ദൈവം മഴയെ കൊടുക്കാൻ പോകുന്നു. ஆமென். கர்த்தர் நமக்காக ஒரு ஆசீர்வாத மழையை கொடுக்க போகிறார். ദൈവം നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട മഴയെ കൊടുക്കാൻ പോകുന്നു. ഞാൻ എപ്പോഴും ആമേൻ ഈ അനുഗ്രഹത്തെ ആമേൻ കുറിച്ച് ഒത്തിരി പറയാത്ത ആളാണ്. പക്ഷെ ഇന്ന് കർത്താവ് എന്നോട് സംസാരിച്ചതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ദിനത്തിലെ ആശീർവാദത്തെ കുറിച്ച് അധികமாக ഞാൻ പ്രസംഗിക്കാതെ ഒരു നബർ இருந்தாலும் கர்த்தர் ആമേൻ കൊടുത്ത ആമേൻ സത്യത്തിൻ പ്രകാരமாக ഞാൻ കൊടുப்பதற்கு விருப்பப்படுகிறேன். ആമേൻ. എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും സന്തോഷമായോ? ഹല്ലേലൂയ. ഇത് പറയാനുള്ള കാരണം, ഇത് சொல்வதற்கான കാരണം, കഴിഞ്ഞ നാളുകളിൽ ആമേൻ 31 രാത്രി ദൈവം ദർശനം കണ്ടു. ആമേൻ. കണ്ടത് ആമേൻ സ്വർഗ്ഗത്തിൽ നല്ലൊരു മഴ ഒരു കൂടാരത്തിന്മേൽ പെയ്തുകൊണ്ടിരിക്കുന്നു. பரலோகத்தில் இருந்து ஒரு மழை ஆமேன் ஒரு கூடாரத்தின் மேல் பெய்து கொண்டிருக்கிறது. அதற்குள்ளாக நாம இருக்கிறோம். நம்ம கூட ஒருவரும் இருக்கிறார். ഞാൻ ഒരു 31 ഒരു ദർശനം കാണുവാനായിരുന്നു. ഒരു മഴ പെയ്യുന്നു. ആ മഴ ഒരു കൂടാരത്തിന് മേലെ ആ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആ മഴ പെയ്യുമ്പോൾ അതിനകത്ത് ഒരു ആളും കൂടിയിരിക്കുന്നുണ്ട്. അതിന് പിറകു ഞാൻ കേൾക്കുന്ന ശബ്ദം ആശീർവാദമായ മഴ പെയ്യും. അതിനുശേഷം ഞാൻ കേൾക്കുന്ന ശബ്ദം ഒരു അനുഗ്രഹിക്കപ്പെട്ട മഴ പെയ്യും. ആമേൻ. ആശീർവാദമായ മഴ പെയ്യും. അനുഗ്രഹിക്കപ്പെട്ട മഴ പെയ്യും. എത്ര പേർ ആമേൻ சொல்ல முடியும்? എത്ര പേർക്ക് ആമേൻ പറയും? ആശീർവാദമായ മഴ ആമേൻ സഭയ്ക്കാக தேவன் கொடுக்க போகிறார். അനുഗ്രഹിക്കപ്പെട്ട മഴയെ ദൈവം സഭയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ പോകുന്നു. ആമേൻ. ആശീർവദിക്കപ്പെട്ട മഴ ഉங்கள் കുടുംബത്തിற்காக தேவன் கொடுக்க போகிறார். അനുഗ്രഹിക്കപ്പെട്ട മഴ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദൈവം കൊടുക്കാൻ പോകുന്നു. ആശീർവാദമായ മഴ ആമേൻ തനിപ്പட்ட നபர்களுக்கு தேவன் கொடுக்க போகிறார். അനുഗ്രഹിക്കപ്പെട്ട മഴ ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം കൊടുക്കാൻ പോകുന്നു. புத்தியில் தோன்றி சொல்வதல்ல, கர்த்தருடைய ஆவியானவர் சொன்னதை நமக்காக சொல்லுகிறேன். ഞാൻ എൻ്റെ ബുദ്ധിയിൽ ഇത് സംസാരിക്കുന്നതല്ല, പരിശുദ്ധാത്മാവ് എന്നെ ബോധിപ്പിച്ച് പറയുന്നതാണ്. பரிசுத்த ஆவியானவருக்கு தவறு ஏற்படாது. പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റുകയില്ല. பரிசுத்த ஆவியானவர் சகல சத்தியத்திலும் நம்மை நடத்துகிறவராய் இருக்கிறார். പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നു. ஆமென். சத்தியத்தில் நடந்தால் செல்ல வேண்டிய இடத்தில் செல்வதற்கு கர்த்தர் கிருபை கொடுக்கிறார். നമ്മൾ ഈ സത്യത്തിൽ നടത്തുമ്പോൾ നമ്മൾ ചെല്ലത്തേണ്ട ഇടങ്ങളിൽ ചെല്ലുവാൻ ഇടയായിത്തീരും. இந்த காரியத்தை தேவன் சொன்னபோது இந்த வசனத்தை தேவன் நமக்கு கொடுத்தார். ഈ കാര്യത്തെ ഞാൻ കേൾക്കുമ്പോൾ ദൈവം ഈ വചനം എനിക്ക് ചേർത്ത് കൊടുക്കുവാൻ ஆண்டவரே, ஏன் இந்த வசனத்தை எனக்காய் கொடுத்தீர்கள்? ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഈ വചനം എനിക്ക് കൊടുത്തു? എസെക്കിയേലിന്റെ ദീർഘദർശന പുസ്തകം വർഷത്തിൽ ഒരു വാട്ടി കൂടെ ഞാൻ പഠിച്ചത് கிடையாது. എസെക്കിയേലിന്റെ ആ പ്രവചന പുസ്തകം വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാറില്ല. ഫുള്ളായി പഠിച്ചത് கிடையாது. ഇടയിൽ சில அதிகாரங்கள் மட்டும் படிப்பேன். ഞാൻ ഫുള്ളായിട്ട് എസെക്കിയേലിന്റെ പുസ്തകം പ്രവചന പുസ്തകം വായിച്ചിട്ടില്ല. ഇടയ്ക്ക് 1-2 അധ്യായം വായിച്ചിട്ടുണ്ട്. ആമേൻ. அப்படி இருக்கும்போது கர்த்தாவே, இந்த அதிகாரத்தை கொண்டு நான் என்ன பேச வேண்டும்? അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ അധ്യായം വെച്ച് ഞാൻ എന്ത് സംസാരിക്കണം? അപ്പോൾ ஆண்டவர் என்னோடு சொன்னார், என்னுடைய ஆடுகள் பலவிதமான பலவீனப்பட்டு சிதறி கிடக்கிறது. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു, എന്റെ പല ആടുകളും ബലഹീനപ്പെട്ട് ചിതറിക്കിടക്കുകയാണ്. ஆமென். அவர்கள் இங்கு இருந்தாலும் அவருடைய பலவீனத்தினாலே பல விஷயத்தில் அவர்கள் சிதறி கிடக்கிறார்கள். അവരെല്ലാം ഇവിടെ ഇരുന്നാലും ഇരിക്കുന്ന പലരും പല വിഷയങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ஆமென். ஒரு மேய்ப்பன் சிதறுண்ட தன் ஆடுகளின் நடுவே இருக்கிறது போல ஆமென் நான் அவர்கள் நடுவே இருக்க போகிறேன். ഒരു ഇടയിൽ തന്റെ ആടുകളോട് കൂടെ ഇരിക്കുന്നത് പോലെ ഞാൻ അവരോട് കൂടെ ഇരിക്കുവാൻ പോകുകയാണ്. അപ്പോൾ நான் கேட்டேன், ஆண்டவரே, இந்த கூடாரம் என்ன காட்டுகிறது? ഞാൻ ദൈവത്തോട് ചോദിക്കുവാനായിട്ട് ആ കൂടാരം എന്തിനെ കാണിക്കുന്നു? ஆண்டவர் சொன்னார், ஆமென், மழை பெய்து கொண்டிருக்கிறது. ദൈവനോട് പറഞ്ഞു, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. விதை உள்ளில் இருக்கிறது. വിത ഉള്ളിൽ
அதனால் நீங்கள் கவனமாக உட்கொண்டால் அதற்கான சகல ஆசீர்வாதம் நீங்கள் பெற்றுக்கொண்டு போக போகிறீர்கள். ഞാൻ ഇന്ന് സംസാരിക്കുന്ന വചനങ്ങൾ പ്രവചന വചനങ്ങളായി പറയുന്നു. നിങ്ങൾ ഈ വചനങ്ങളെ അംഗീകരിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടക്കും. இந்த டீச்சிங் அல்ல, இந்த போதனைகள் அல்ல, கர்த்தருடைய தீர்க்கதரிசனத்தின் வார்த்தை உங்களுக்காக வெளிப்பட போகிறது. ഇത് ഞാൻ പഠിപ്പിക്കുന്ന ഒരു അനുഭവമല്ല, ദൈവത്തിന്റെ ആ പ്രവചനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. பிப்ரவரி மாதம் உங்களுக்கு தேவையான வசனம் தேவன் உங்களுக்கு கொடுக்க போகிறார். ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ആവശ്യമായി ദൈവവചനത്തെ ദൈവം ഇന്ന് കൊടുക്കുവാൻ நான் ഇടയായി. கேட்டேன், ஏன் ஆண்டவர் கூடாரத்தில் இருக்கிறார்கள்? ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ദൈവമേ അവർ കൂടാരത്തിനകത്തിരിക്കുന്നു? ஆண்டவர் சொன்னார், அவர்களே ஒரு இடத்துக்குள்ளாக ஒதுங்கி ஒதுங்கி இருக்கிறதுனால மழையை அவர்களால் பார்க்க முடிகிறது, மழையை அனுபவிக்க முடிகிறது இல்லை. അവരെ ഒരു ഇടത്തിലെ അവർക്കുള്ളിൽ തന്നെ ഒരു വേലി കെട്ടി അതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് മഴ പെയ്യുന്നുണ്ട്, എന്നാൽ മഴയെ അവർക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥ. மழையை பார்க்க முடிகிறது, அந்த மழையினுடைய அனுபவம் அனுபவிக்க முடியவில்லை. അവർ കണ്ണുകൊണ്ട് മഴ കാണുന്നുണ്ട്, എന്നാൽ മഴയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. ஆண்டவர் நாங்கள் என்ன செய்ய வேண்டும்? ഞാൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? அவர் சிதறி போயிருக்கிற விஷயத்துல அவர்களை வெளியே வர சொல்லு. അന്നേരം അവർ ചിതറിപ്പോയിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അവർ വെളിയിൽ വരുവാൻ പറയുന്നു. அவர்கள் அந்த மழையில நனைய சொல்லு. அந்த மழையிലേക്ക് കടന്നു വന്ന് നനയുവാൻ തയ്യാറാകും. அந்த மழை வறண்ட இடங்களில் போனால் அவன் வறண்டு கிடக்கிற விதையெல்லாம் தன் பலனை கொடுக்க போகிறது. മഴ വരണ്ട ഇടത്ത് കടന്നു ചെല്ലുമ്പോൾ ആ വരണ്ടിരിക്കുന്ന വിത്തുകൾക്കൊക്കെ അത് ഫലം കൊടുക്കുവാൻ ഇടയായിത്തീരും. ஆண்டவர் சொன்னார், விதை உள்ளில் இருக்கிறது, വിത്ത് ഉള്ളിലുണ്ട്, அவன் தேவனுடைய வசனம் உள்ளில் இருக்கிறது, ദൈവത്തിന്റെ വചനം ഉള്ളിലുണ്ട്. ஆனால் அந்த வசனம் இதுவரையிலும் பலனாக வெளியே வரவில்லை. എന്നാൽ ഈ വചനം പല നാളുകളിൽ വെളിയിൽ വരുന്നില്ല. ஆண்டவர் சொன்ன 2024 வரையிலும் ஜனங்கள் பெற்றுக்கொண்ட வசனம் உள்ளே இருக்கிறது. ഈ 2024 വരെ നമ്മൾ പ്രാപിച്ച എല്ലാ വചനങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ஆனால் அந்த வசனத்துடைய பலன் இதுவரையிலும் ஜனங்கள் அனுபவிக்கவில்லை. എന്നാൽ ഈ വചനത്തിന്റെ ഫലം ഇതുവരെയും ജനങ്ങൾ അനുഭവിക്കുന്നില്ല. அவன் 2024 வருஷத்துக்கு கிறிஸ்து നമ്മുടെ ഉള്ളിൽ വന്നു விட்டார். കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ കടന്നു വന്നു. அவன் எப்போது இயேசு கிறிஸ்துவை நாம் சொந்த ரட்சகராக ஏற்றுக்கொள்வோமோ அப்போது கிறிஸ்துவை வாசம் செய்கிற மகிமையுள்ள சரீரமாக நானும் நீங்களும் மாறிவிட்டோம். കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തം രക്ഷിതാവായി എപ്പോൾ സ്വീകരിക്കുന്നു, അന്നേരം ആ മഹത്വമുള്ള ക്രിസ്തു നമുക്കുള്ളിൽ ഇരിക്കുന്നു. ஆமென். மகிமையுள்ள கிறிஸ்து உங்களுக்குள்ளாய் இருக்கும் பொழுது ஆண்டவர் என்னிடத்தில் சொன்னார், ஆமென், உள்ளாக இருக்கிற என்னை அவர்களை பார்க்க சொல்லு. ആ മഹത്വമുള്ള ക്രിസ്തു നമുക്കുള്ളിൽ ഇരിക്കുമ്പോൾ നമുക്കുള്ളിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ ഒരിടത്ത് നോക്കുവാൻ തയ്യാറാണ്. மகிமையுள்ள கிறிஸ்து உங்களுக்குள் இருக்கிறதான் பெரிதான ஒரு ரகசியத்தை நாம் பெற்றுக்கொண்டு இருக்கிறோம். ആ മഹത്വമുള്ള ക്രിസ്തു നമുക്കുള്ളിൽ ഇരിക്കുന്നത് അതാണ്, ആ രഹസ്യമാണ് നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചിരിക്കുന്നത്. கிறிஸ்து உனக்குள்ளாக இருக்கும் பொழுது நீ வறண்டு இருக்க வேண்டிய அவசியம் இல்லை. ஆமென். சம்பூர்ணமான மழையினுடைய ஆசீர்வாதத்தை பெறுவதற்கு நானும் நீங்களும் அதற்கான அவகாசிகளாக இருக்கிறோம். നമ്മൾ ആ മഹത്വമുള്ള ക്രിസ്തു നമുക്കുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ വരണ്ട അവസ്ഥയിൽ ഇരിക്കുവാനല്ല, ആ ദൈവത്തിന്റെ മഹത്വമാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും സമ്പൂർണ്ണമായി പ്രാപിക്കേണ്ടവരാണ്. ஆமென். அதுதான் இந்த வருஷம் வாக்குத்தத்த வசனம் மீண்டுமாக தேவன் நினைவுபடுத்தினார், உன்னுடைய ஆமென் கூடாரத்தின் இடத்தை விசாலமாக்கு. പിന്നെ ദൈവം ഈ വർഷത്തെ വാഗ്ദത്ത വചനം എന്നെ ഓർമ്മിപ്പിച്ചു, നിന്റെ കൂടാരത്തിന്റെ ഇടത്തെ വിശാലമാക്കണം. ஆமென். அப்படி செய்யும்போது வளர வேண்டிய விதைகள் எல்லாம் வளர போகிறது. നമ്മൾ അപ്രകാരം ചെയ്യുമ്പോൾ വളരേണ്ട എല്ലാ വിത്തുകളും വളരും. ஆமென். குடும்பத்தில் வளர வேண்டிய பல விஷயங்கள் வளர்த்து செய்ய போகிறார். നമ്മുടെ കുടുംബങ്ങളിൽ വളരേണ്ട പല വിഷയങ്ങളെ ദൈവം വളർത്തും. ஆமென். பிரியமானவர்களே, ஒரு செடி வைத்து நம்ம என்னதான் தண்ணி ஊத்தினாலும் சரியா வளராது. നമ്മൾ ചെടിക്ക് എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് തനിയെ വളരത്തില്ല. ஆனால் மழை அந்த செடியின் மேல் விழுந்தால் நல்ல கிரீனிஷாக வளரும். മഴ ആ ചെടിയുടെ മേൽ വീഴുമ്പോൾ ആ ചെടി നല്ല പച്ചപ്പായി വളരുവാൻ ഇടയായിത്തീരും. நாம ஊத்துற தண்ணீர் கலப்பட தண்ணீர். നമ്മൾ ഒഴിക്കുന്ന വെള്ളമല്ല കെമിക്കൽ ഉള്ള വെള്ളമാണ്. அருண் பிரதர் பேசுகிற பிரசங்கம் கலப்படம் வரலாம். ആരും പ്രസംഗിക്കുന്ന പ്രസംഗത്തിലും கலப்படம் മായം കടന്നു വരാം. மாயை வரலாம். മായം കടന്നു വരാം. ஆனால் மாயை வராத ஆமென் ஆண்டவருடைய மழை பரலோகத்திலிருந்து உங்கள் மேல் ஊற்றப்பட்டால் ஆமென் விளைய வேண்டியதை கர்த்தர் விளைய செய்வார். മായമില്ലാത്ത ആ സ്വർഗ്ഗത്തിന്റെ മഴ നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മൾ വളര വേണ്ട വിഷയത്തിൽ വളരുവാൻ ഇടയായിത്തീരും. അപ്പോൾ ஆண்டவர் சொல்றார், என்னுடைய ஆடுகள் சிதறி போயிருக்கிறது. ദൈവനോട് സംസാരിച്ചു, എന്റെ ആടുകൾ ചിതറിപ്പോയിരിക്കുന്നു. ஆண்டவர் நானா காரணம்? അന്നേരം ഞാൻ ചോദിച്ചു, ഞാനാണോ കാരണം? ஆண்டவர் ஆமா நீதான் காரணம். അപ്പൊ ദൈവനോട് പറഞ്ഞു, നീയാ കാരണം. ஐயோ അയ്യോ ஆண்டவரே, ദൈവമേ, என் ஆடுகள் എന്റെ ആടുകൾ
சிதறி போயிருக்கிறது. ചിതറി പോയിരിക്കുന്നു. நான் என்ன செய்வேன்? ഞാൻ എന്താ ചെയ്യണം? ஆண்டவர் சொன்னார், ദൈവം എന്നോട് പറഞ്ഞു, நான் அவர்களுக்கு நல்ல இடையனாய் இருப்பேன். ഞാൻ അവർക്ക് നല്ല ഇടയനായിരിക്കും. அந்த தரிசனத்தை அவர்களுக்கு கொடுக்கும் பொழுது, ആ ദർശനത്തെ അവർക്ക് കൊടുക്കുമ്പോൾ அவர்கள் உலகத்தரமான மெய்ப்பனை அவர்கள் பார்க்க மாட்டார்கள். ലോകപ്രകാരമുള്ള ഇടയനെ അവർ നോക്കത്തില്ല. ஆமென். உலகத்தரமான மெய்ப்பனும் ஆமென் உலகத்தரம் இல்லாத மெய்ப்பனுக்குள்ள வித்தியாசத்தை காட்டு என்று தேவன் சொன்னார். ഉലകപ്രകാരമുള്ള ഇടയനും ഉലകപ്രകാരമല്ലാത്ത ഇടയനും തമ്മിലുള്ള വ്യത്യാസം അവർ മനസ്സിലാക്കും. ഞാൻ ஆண்டவர்களால ஆமென் அப்பாயிண்ட் பண்ணிருக்க இந்த சபையினுடைய இடையை மெய்ப்பனாக இருக்கிறேன். ദൈവം എന്നെ ഈ സഭയുടെ ഒരു ഇടയനാക്കി വെച്ചിരിക്കുന്നു. அது காலங்கள் வரும்போது என்னுடைய வேலை முடிந்து விட்டால் நான் இங்கிருந்து கடந்து போவேன். എനിക്ക് ആ ഇടയന്റെ വേല തീരുമ്പോൾ ഞാൻ ഇവിടുന്ന് വിട്ട് പോവാനിടയായി. ஆனால் என்றும் என்றும் மாறி போகாத ஒரு மெய்ப்பன் இருக்கிறார் என்றால் அவர் யார் என்றால் நமக்காக ஜீவனை கொடுத்த ஆண்டவராகிய இயேசு கிறிஸ்து. എന്നും മാറാത്ത ഒരു ഇടയനെ ആരാന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു. യേശു சொல்றார், நானே நல்ல மெய்ப்பன். അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു. ஆமென். என் ஆடுகளுக்காக நான் ஜீவனை கொடுக்கிறேன். എന്റെ ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവനെ കൊടുക്കുന്നു. நான் அவர்களுக்காக ஜீவனை கொடுத்தேன் என்று மீண்டும் மீண்டுமாக சொல் என்று தேவன் எனக்கு உணர்த்துகிறார். அந்த ദൈവനോട് പിന്നെ പിന്നെ പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി ജീവനെ കൊടുത്തു എന്നുള്ള വിഷയം റിപ്പീറ്റഡ് ആയി പറയുവാൻ ஆமென். உனக்காக ஜீவனை கொடுத்தவர் உனக்காக சம்பூர்ணமான ஆசீர்வாதம் மழையை கொடுப்பதற்கு உண்மையுள்ளவராய் இருக்கிறார். നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത ദൈവം നമുക്ക് വേണ്ടി എല്ലാ അനുഗ്രഹത്തെയും സമ്പൂർണ്ണമായി കൊടുക്കുവാനും പ്രാപ്തനാണ്. நீங்கள் விசுவாசித்து ஆமென் உங்கள் கூடாரத்திலிருந்து வெளியே வர தயாரானால் ஆமென் அதற்கான பலனை நீங்கள் பெற்றுக்கொள்ள போகிறீர்கள். നിങ്ങൾ ഈ കാര്യത്തെ വിശ്വസിച്ച് ആ കൂടാരത്തിന് വെളിയിൽ വരുവാൻ തയ്യാറായാൽ ഈ അനുഗ്രഹത്തെ നിങ്ങൾ പ്രാപിക്കുവാൻ வெளியே வர தயாரானோ? നിങ്ങൾ വെളിയിൽ വരുന്നതിന് തയ്യാറാ? வெளியே வரதுக்கு தயாரா? ஹalleluya. அந்த மழையை உட்கொள்வதற்கு தயாரா? அந்த மழையை நீங்கள் പ്രാപിക്കുവാൻ തയ്യാറാണോ? ஆமென். பிராபிப்பதற்கு பெற்றுக்கொள்வதற்கு தயாரானால் ஆமென் கர்த்தருடைய கிரியை உங்களுடைய வாழ்க்கையில் உங்களுடைய விஷயத்தில் வெளிப்பட போகிறது. നിങ്ങൾ ആ മഴയെ പ്രാപിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിന്റെ വിടുതലുകൾ നടക്കുവാനാണ്. ஏற்ற காலத்தில் மழை பெய்யும். ഈ ദൈവത്തിന്റെ വചനം പറയുന്നു, തക്ക സമയത്ത് മഴ പെയ്യും. ஆண்டவர் கேட்டேன், அந்த ஏற்ற காலம் எது? ഞാൻ ദൈവത്തോട് ചോദിച്ചു, തക്ക സമയം ഏത്? ஆண்டவர் சொன்ன 2025 is the right time for this church. அந்த ദൈവനോട് പറഞ്ഞു, ഈ 2025 തക്ക സമയമാണ് സഭയ്ക്ക് വേണ്ടി. ஆமென். நீங்க எந்தெந்த விஷயத்தில் எல்லாம் ஆமென் முன்பாக ஒரு கால்களை வைக்கிறீர்களோ அதெல்லாம் ஜெயமாக கொடுக்கிற வருஷமா இருக்க നിങ്ങൾ போகிறது. ഏത് വിഷയത്തിന് വേണ്ടി സ്റ്റെപ്പുകൾ വെക്കുന്നു ആ വിഷയത്തിലെല്ലാം ദൈവം ഒരു ജയം കൊടുക്കുവാനാണ്. கல்யாண விஷயமானால் அதற்கு தேவன் ஜெயத்தை கொடுக்க போகிறார். കല്യാണ വിഷയമാണെങ്കിൽ ആ കല്യാണം ദൈവം. ஒரு ஸ்டெப் மாத்திரம் நீங்கள் வைத்தால் போதும் கர்த்தர் நடத்த போகிறார். നിങ്ങൾ ഒരു സ്റ്റെപ്പ് മാത്രം വെച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ദൈവം നടത്തുവാൻ തയ്യാറാണ്. ஆவிக்குரிய ஆமென் விஷயமா ஒரு ஸ்டெப் மாத்திரம் வையுங்கள், கர்த்தர் அதை நடத்த போகிறார். നിങ്ങളുടെ ആത്മീയ വിഷയമാ നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായ ദൈവം നടത്തുവാൻ ശക്തനാണ്. உங்க குடும்பப்பட்டமான விஷயமா ஒரு படி நீங்க முன்பாக இயேசுவே சொல்லி வையுங்கள், கர்த்தர் அதை நடத்த போகிறார். നിങ്ങളുടെ കുടുംബപരമായ വിഷയങ്ങൾക്ക് നിങ്ങൾ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായ ദൈവം നടത്തുവാൻ തയ്യാറാണ്. அப்போ நீங்க கேட்கலாம், இதுவரை நாங்க ஸ்டெப் வைக்கலையா பிரதர்? നിങ്ങൾ ചോദിക്കാൻ, ഞങ്ങൾ ഇതുവരെ സ്റ്റെപ്പ് വെച്ചില്ലയോ? நீங்கள் வைத்திருக்கலாம். നിങ്ങൾ വെച്ചിരിക്കാം. ஆனால் தேவன் மீண்டுமாக சொல்லுகிறார், திரும்பவும் நீங்கள் வையுங்கள். ദൈവനോട് പിന്നെയും പറയുന്നു, നിങ്ങൾ പിന്നെയും സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണ്. மழை இல்லாதப்போ வைக்கிறதுனால யூஸ் கிடையாது, மழை பெய்யும்போது வச்சாதான் யூஸ். നിങ്ങൾ മഴയില്ലാത്തപ്പോൾ സ്റ്റെപ്പ് വെച്ചാൽ യൂസ് ഇല്ല, നിങ്ങൾ മഴയുള്ളപ്പോൾ സ്റ്റെപ്പ് വെച്ചാലേ ഉള്ളൂ പ്രയോജനം. ஆமென். மழைக்காலத்தில் இடம் லெகுவாய் மாறிக்கொண்டே இருக்கும். മഴ പെയ്യുമ്പോൾ ആ സ്ഥലം ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ஆமென். சொர்க்கத்திலே பரலோகத்துடைய மகிமையுடைய மழை உன்மேல் கடந்து வரும் பொழுது உன்னுடைய இடம் எல்லா விதத்திலும் லெகுவாய் மாற போகிறது. ആ സ്വർഗ്ഗത്തിന്റെ മഹത്വമാവുന്ന മഴ നമ്മുടെ മേൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ഇടങ്ങൾ അതിന് യോഗ്യമായി മാറുവാനാണ്. ஆமென். அப்படி இருக்கும்போது இந்த வசனத்தை வாசிக்கும்போது எசேக்கியேல் 34ஆம் அதிகாரத்துல ஆமென் 13ஆம் வசனம் 14ஆம் வசனம் வாசிக்கலாமா? എഹെസ്കേൽ 12-13 எசேக்கியேல் 34 11-12. ஆ. നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയ്ക്കും. നല്ല മേച്ചൽ കൊടുത്ത് ഞാൻ അവരെ മേയ്ക്കും. அவைகளை நல்ல மேய்ச்சலிலே மேய்ப்பேன். இஸ்ரவேலுடைய உயர்ந்த மலைகளில் அவர்கள் தொழுவம் இருக்கும். അവിടെ അവ നല്ല കിടപ്പുടത്ത് കിടക്കെ ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽ കൊടുത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എന്റെ ആടുകളെ മേയ്ക്കും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. அங்கே அவை
காளைகள் நல்ல தொழுவத்தில் படுத்துக்கொள்ளும், இஸ்ரவேலின் மலைகளின் மேல் நல்ல மேய்ச்சலை மேயும். அல்லேலூயா. என் ஆடுகளை நான் மேய்த்து அவைகளை நான் மடக்குவேன் என்று கர்த்தராகிய ஆண்டவர் சொல்லுகிறார். ഞാൻ എൻ്റെ ആടുകളെ മേയ്ക്കുകയും നല്ല ഇടത്തിൽ കിടത്തുകയും ചെയ്യുന്നു ദൈവം അരുളിച്ചെയ്യുന്നു. ஆமென். நீங்கள் ஆடுகளாயிருந்தால் மேய்ப்பனுடைய சத்தத்தை நீங்கள் கேட்க வேண்டும். നിങ്ങൾ ആടുകളാണെങ്കിൽ ആ ഇടയന്റെ ശബ്ദത്തെ കേൾക്കണം. யாரெல்லாம் ஆடுகளா இருக்கிறீங்க கை தூக்குங்க பார்க்கலாம். ഇവിടെ ആരൊക്കെ ആടുകളായിരിക്കും കൈ തൂക്കുക. மற்றவங்க தூக்குறாங்க தூக்காதீங்க. ஆடுகளா இருக்கிறவங்க மட்டும் கையில தூக்குங்க. பாருங்க ஆடே கிடையாது. ஹல்லேலூயா. ஆடுகளா இருக்கிறவங்க எல்லாம் கரங்களை உயர்த்தியாட, நல்ல போல கரங்களை உயர்த்தியாட. ஆமென். அப்போ ஆடுகள் எங்கே இருக்கணும்னா ആടുകൾ എവിടെ ഇരിക്കണമെന്നാ தொழுவத்தில் இருக்க வேண்டும். തൊഴുത്തുകളിൽ ഇരിക്കണം. ஆமென். ஆண்டவர் சொல்லுகிறார், அந்த தொழுவத்தினுடைய இடத்தை நான் மாற்ற போகிறேன். ആ തൊഴുത്തുകളുടെ ഇടത്തെ ഞാൻ മാറ്റാൻ പോകുന്നു. எப்படி மாற்ற? நல்லதாக மாற்ற போகிறேன். ആ ഇടത്തെ നല്ലതാക്കി മാറ്റാൻ அது மலையின் மேல் மாற்ற போகிறேன். അത് മലയിൽ മേൽ മാറ്റാൻ പോകുന്നു. மலையில் கீழே இருக்கிற ஆடுகளை மலை மேலே கொண்டு போக போகிறார். മലയുടെ താഴെ ഇരിക്കുന്ന ആടുകളെ ദൈവം മലയുടെ മേലിലേക്ക് കൊണ്ടുപോകാനും. எத்தனை பேர் ஆமென் சொல்ல முடியும்? എത്ര പേർക്ക് ആമേൻ പറയാം? மலையின் கீழே இருக்கிற ஆடுகளை தேவன் மலையின் மேலே கொண்டு போக போகிறார். മലയുടെ താഴെ ഇരിക്കുന്ന ആടുകളെ ദൈവം മലയുടെ മേലിൽ കൊണ്ടുപോകാനും. ஆமென். மலையின் மேல் தேவன் ஆயத்தப்படுத்தின நல்ல இடம் இருக்கிறது. മലയുടെ മേലിൽ ദൈവം ഒരുക്കി വെച്ച ആ ഇടം നല്ല ഇടമുണ്ട്. அப்ப ஒரு மகிமையிலிருந்து தேவன் அடுத்த மகிமைக்குள்ளாக தேவன் சபையை கொண்டு போக போகிறார். ഒരു മഹിമയിൽ നിന്ന് അടുത്തൊരു മഹിമയിലേക്ക് ദൈവ സഭയെ കൊണ്ടുപോകാൻ ஒரு மகத்துவத்தில் இருந்து அடுத்த மகத்துவத்திലേക്ക് தேவன் சபையை கொண்டு போകാൻ പോകുന്നു. ஹல்லேலூயா. விசுவாசிகள் ஆமென் പറഞ്ഞാട്ടെ. ஒரு மகிமையில் இருந்து தேவன் அடுத்த மகிமைக்குள்ளாக கொண்டு போக போகிறார். ഒരു മഹത്വത്തിൽ നിന്ന് അടുത്ത മഹത്വത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ പോകും. மலையிலே இருந்த மோசே திரும்பி வரும்போது ஒரு மகிமையோடு கடந்து வந்தார். മലയിലേക്ക് കയറിപ്പോയ ആ മോശ കടന്നു വരുമ്പോൾ മഹത്വത്തോടെ ഇറങ്ങി വരുവാനിടയായി. சிதறி கிடக்கிற ஆடுகளை மேய்ப்பன் எடுத்து மலையின் மேல் கொண்டு போகும்பொழுது அந்த மலையில் இருக்கிற ஆடுகள் மகிமை உள்ள ஆடுகளாய் மாறப் போகிறது. ചിതറിക്കിടക്കുന്ന ആടുകളെ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ ആടുകൾ മഹത്വമുള്ളതായി മാറുന്നു. மகிமையுள்ள ஆமென். மோசே மலையில் இறங்கி வந்த பொழுது தேவனுடைய சகல சம்பூர்ணமான மகிமையோடு அவர் இறங்கி வந்தார். ആ മഹത്വം പ്രാപിച്ച് മോശ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പൂർണ്ണമായ ആ മഹത്വത്തെ പ്രാപിച്ച് ഇറങ്ങി വരുവാൻ. எத்தனை பேர் ஆமென் சொல்ல முடியும்? நான் என் தேவனுடைய மகிமையை பெற்றுக்கொண்டு ஆமென் வளருகிற மலையில் கடந்து போகிற வருஷமா 2025 தேவனை மாற்றி இருக்கிறார். എത്ര പേർക്ക് പറയാൻ കഴിയും? ആ ദൈവത്തിന്റെ മഹത്വത്തെ ഞാൻ പ്രാപിക്കാൻ ആ മലയിലേക്ക് കയറി പോകുന്ന വർഷമാണ്. ஆமென். மேய்ப்பனுடைய சத்தம் ஆடுகள் கேட்கிறது. ആ ഇടയന്റെ ശബ്ദത്തെ ആടുകൾ കേൾക്കണം. ஆமென் ஆமென் ஆமென். அதாவது மேய்ப்பன் தன் ஆடுகளை கூப்பிடும் பொழுது ஆடுகள் என்ன செய்யணும்? கேட்கணும். ஹல்லேலூயா. ഇടയൻ ആടുകളെ വിളിക്കുമ്പോൾ ആ ആടുകൾ ഇടയന്റെ ശബ്ദത്തെ കേൾക്കണം. நீங்கள் இதுவரையிலும் கர்த்தருடைய சத்தத்தை விட்டு தூரம் போயிருந்தால் இன்று திரும்பி வருவதற்கான நாளை தேவன் முன்குறிக்கிறார். ആ ദൈവ ഇടയന്റെ ശബ്ദത്തെ വിട്ട് നമ്മൾ ദൂരെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു വരുന്ന സമയമാണ്. அவன் நீ சிதறி போகிற பல விஷயங்கள் ஆண்டவர் பார்த்து கொண்டிருக்கிறவனை தேடி வந்திருக்கிற இயேசுவை பார்த்து கூப்பிடும் பொழுது வருவதற்கு தயாரானால் மலையிலே கொண்டு போவதற்கு உன் மேய்ப்பன் தயாராக இருக்கிறார். നമ്മൾ ചിതറിപ്പോയ വിഷയങ്ങളിൽ നമ്മളെ ഇടയൻ വിളിക്കുമ്പോൾ നമ്മൾ ചേർന്ന് വരുവാനിടയിൽ തയ്യാറായാൽ ആ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനിടയായി. மீண்டுமாய் கர்த்தருடைய சத்தத்தை எனக்கு கேட்காம். அவன் இனியுமாய் ஜனத்தோடு கல்பிக்கியா. மீண்டுமாக ஜனத்தோடு சொல்லு. சிதறி போகிற பல விஷயங்களை மீண்டுமாக என்னிடத்தில் கொண்டு வர சொல்லு என்று ஆண்டவர் சொல்லுகிறார். அந்த ദൈവത്തിന്റെ ശബ്ദത്തെ കേട്ടപ്പോൾ പറയുകയാണ്, ഈ ജനത്തോട് പറയണം ചിതറിപ്പോയ വിഷയങ്ങളെ വീണ്ടുമായി കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുവാൻ പറയണം. ஆமென். சிதறி போன விஷயத்தை கர்த்தரிடத்திலே நல்ல மேய்ப்பனிடத்திலே கொடுக்கும் பொழுது அந்த மேய்ப்பன் நல்ல இடத்தில் உன்னை கொண்டு போக உண்மையுள்ளவராய் இருக்கிறார். നിങ്ങൾ ചിതറിപ്പോയ വിഷയങ്ങൾ നല്ല ഇടയനായ യേശുവിന്റെ കരങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ചിതറിപ്പോയ വിഷയങ്ങൾ ദൈവം നിങ്ങളെ ആ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനിടയായി. மந்தையை நேசிக்கிற நல்ல ஒரு இயேசுவை தான் தேவன் நமக்காய் கொடுத்திருக்கிறார். ആട്ടിൻകൂട്ടത്തെ സ്നേഹിക്കുന്ന നല്ലൊരു യേശുവിനെ നമുക്ക് കൊടുത്തിരിക്കുന്നു. பிரியமான, இதுதான் ஏற்ற காலம். ഇതാണ് തക്ക സമയം. இதுதான் ஏற்ற காலம். ഇതാണ് തക്ക സമയം. பிப்ரவரி 2025 இதுதான் ஏற்ற காலமாய் இருக்கிறது. ഈ ഫെബ്രുവരി 2025 നമുക്ക് തക്ക സമയമായിരിക്കുന്നു. நாளையல்ல, இன்றுதான் நல்ல காலம். ഇന്നാണ് നമുക്ക് തക്ക സമയം. ஆமென். நாளை ஜெபிக்கலாம் என்றல்ல, இன்றுதான் நீங்கள் ஜெபிக்க வேண்டும். നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാമെന്നല്ല, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. அதற்கான மாசமாக தேவன் மாற்றி இருக்கிறார். ദൈവത്തിനുള്ള മാസമാക്കി ദൈവം ഈ മാസത്തെ മാറ്റിയിരിക്കുന്നു. நீங்கள் விசுவாசிக்கிறதே பரவாயில்லை, ஆனால் தேவன் கொடுத்த சத்தத்தை சொல்லும் பொழுது விசுவாசிக்கிறவருடைய கிரியை செய்கிற தேவனுடைய மகிமை அந்த விஷயத்தில் இறங்க போகிறது. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ
വിഷയങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്ന ഈ ജനത്തെ ഇന്നത്തെ പ്രസംഗത്തിൽ വിടുവിച്ചെടുക്കുവാൻ ദൈവനോട് പറയുന്നു. ഇന്ന് ആമേൻ മറഞ്ഞിരിക്കുന്ന മൂടുപടങ്ങളെ, ആമേൻ മൂടിയിരിക്കുന്ന ചില മൂടുപടങ്ങളെ தேவன் ஆமென் படிப்படியாக மாற்றிக் கொண்டிருக்கிறார். മറഞ്ഞിരിക്കുന്ന പല മൂടുപടങ്ങളെ ദൈവം പടിപടിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ஹalleluya. தேவனுடைய சத்தம் காதேஸ் வனாந்திரத்தை அதிர பண்ணுகிறதாக இருக்கிறது. ദൈവ ശബ്ദം കാദേശ് മരുഭൂമിയെ നടക്കുവാനാണ് അയക്കുന്നത്. இன்று உங்களுக்குள்ள கேட்கப்படுகிற சத்தம் ஆமென் உங்களுடைய பல வேஷங்களுக்கு ஒரு அதிர்வை கொடுத்து அதை துரத்த போகிற வல்லமை உள்ளதாக இருக்கிறது. ഇന്ന് ഈ ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ പല വിഷയങ്ങൾക്ക് പല വിടുതലുകളെ കൊടുക്കുന്നതായിരിക്കും. எத்தனை பேர் கரங்களுக்கு ஆமென் சொல்ல முடியும்? എത്ര പേർ കരങ്ങളിൽ ആമേൻ. பிரியமானவர்களே, ஆமென் ஆமென். நீங்கள் கேட்கிறவர்கள் அல்ல, நீங்கள் உட்கொள்கிறவர்களாக விசுவாசிக்கிறவர்களாக கடந்து போகும்போது உங்களுக்காக கிரியை செய்கிற கர்த்தருடைய அதிகாரம் உங்களை வெளிப்பட போகிறது. കേൾക്കുന്നവരായി മാത്രമല്ല, അത് പ്രാപിച്ച് വിശ്വസിക്കുന്നവരായി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആ വിടുതലുകളെ പ്രാപിക്കുവാനാണ് ஆமென். കഴിയും. திஸ்பெனாக ஏலியா ஒரு பாரம்பரியம் அவனுக்கு கிடையாது. ആ തിശ്ബിനായ ഏലിയാവിന് ഒരു പാരമ്പര്യവും പറയുവാനില്ല. திடீரென்று அவர் தோன்றுகிறார். പെട്ടെന്ന് ഇവിടെ കടന്നു വരുവാനാണ് ஒரே ஒரு வார்த்தை கட்டளையிட்டார். ഒരേ ഒരു വാക്ക് പറയുവാനാണ് அவ்வளவுதான், மழை நின்று போயிட்டு. അപ്പോൾ മഴ നിൽക്കുവാനാണ് திடீரென்று 3 வருஷம் கழிந்த பிறகு திரும்ப எலியா தோன்றுகிறார். പെട്ടെന്ന് 3 വർഷം കഴിഞ്ഞ് പിന്നെ ഏലിയാവ് കടന്നു വരുന്നു. பின்பு எலியா ஜெபிக்கிறார். പിന്നെ ഏലിയാവ് പ്രാർത്ഥിക്കുന്നു. அவன் திறக்கப்படட்டே. തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. அவன் அப்படி சொன்ன பொழுது அது திறந்தது. അപ്പോൾ ആകാശം പിന്നെ തുറക്കുവാനാണ് பிரியமானவரே, திறப்பதற்கும் அடைப்பதற்கும் அதிகாரம் உள்ளில் இருக்கும் பொழுது நாம் ஏன் பாரப்பட்டு நாம் கலங்கி தவித்து சிதறி போக வேண்டும்? നമുക്ക് തുറക്കുവാനും അടയ്ക്കുവാനും അധികാരമുള്ളവൻ നമുക്കുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് പിന്നെ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി உங்களுக்குள்ளாக கிறிஸ்துவை நீங்கள் ஆமென் பார்ப்பீர்கள் என்றால் ஆமென் உங்களுக்காக கிரியை செய்கிற கர்த்தருடைய வல்லமை உங்களுக்காக அதிசக்தமாய் வெளிப்பட போகிறது. നമുക്കുള്ളിൽ ഇരിക്കുന്ന ആ ക്രിസ്തുവിനെ നിങ്ങൾ കാണുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. எலியா சொன்னான், நீ மழை நிற்க போகிறது என்று. ഏലിയാവ് പറയുന്നു മഴ നിൽക്കുവാൻ പോകുന്നു. நான் சொல்கிறேன், மழை வரப்போகிறது. ഞാൻ പറയുന്നു മഴ വരാൻ പോകുന്നു. ആമേൻ. കർത്താവിന്റെ അതോറിറ്റിയിൽ ഞാൻ സഭയോട് കൽപ്പിക്കുന്നു. ആമേൻ. അവരുടെ അനുഗ്രഹത്തിന്റെ മഴ ആമേൻ സഭയുടെ കുടുംബങ്ങൾ മേലും സഭയുടെ വ്യക്തികൾ മേലും സഭയുടെ സകല വിഷയത്തിന്മേലും ആമേൻ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അനുഗ്രഹത്തിന്റെ മഴയെ ആമേൻ അതോറിറ്റിയിൽ യേശു ക്രിസ്തു നാമത്തിൽ കൽപ്പിക്കുന്നു. സഭയുടെ ഇപ്പോൾ വ്യാപരിക്കട്ടെ. കണ്ട് ഭയപ്പെടുവാനല്ല, ആമേൻ പുതിയതായി നമുക്ക് വേണ്ടി കടന്നു വന്ന സ്വർഗ്ഗത്തിൽ കടന്ന ക്രിസ്തു നമ്മിൽ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ പറയുവാൻ കഴിയുന്നുണ്ട്, എന്നിൽ ഉള്ളിരിക്കുന്ന കർത്താവ് വലിയവൻ, എന്നോട് കൂടെ இருக்கிற இயேசு பெரியவர். പ്രിയപ്പെട്ടവരെ, இந்த ரகசியத்தை நீங்கள் புரிந்து கொண்டாலே தேவனுடைய கரம் அனுகூலமாய் இருப்பதை உங்களால் அனுபவிக்க முடியும். നിങ്ങൾ ഈ രഹസ്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ആ ദൈവം നമ്മളോട് കൂടെയുള്ള ആ വിടുതലുകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. அவன் பிரியப்பட்டவரே, ஆமென் ஆமென். தேவன் அவன் நடத்துகிற விதங்களுக்கு தேவனுக்கு நன்றி சொல்கிறவர்களாய் இருக்கலாம். ദൈവം നടത്തുന്ന വിധങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം ദൈവത്തിന്. ஆமென், ஹல்லேலூயா. தேவனுடைய அவன் வசனத்தை கேட்டு அவன் சித்தத்தை அறிகிறவர்களாய் இருக்கலாம். ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തിന്റെ ഹിതത്തെ നമ്മൾ അറിയുവാൻ തയ്യാറാണ്. ஆமென். அதுதான் ஆமென். ஓசியா 6 அதிகாரம் 3 வசனம் இவ்வாறாக சொல்கிறது. ஓசியா 6 அதிகாரம் 3 வசனம். ஓசியா 6 അധ്യായം 3 വാക്യം. அவன் வேகத்தில் இருந்து எடுத்து வாசிச்சாட்டே, சீக்கிரமாக எடுத்து வாசிக்கலாமா? ஓசியா 6 அதிகாரம் 3 வசனம். നാം അറിഞ്ഞുകൊള്ളുക, ஆ, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കാം. அவன் கர்த்தரை அறிந்து கொள்வதற்கு நீங்கள் என்ன செய்யுங்கள்? அறியும்படி தொடர்ந்து என்ன செய்வோம்? போவோம். അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്. அவருடைய புறப்படுதல் அருணோதயம் போல் ஆயத்தமாய் இருக்கிறது. അവൻ മഴ പോലെ. அவர் மழை. அப்ப மழை யார் பிரியமானவர்களே? யார்தான் மழை? சொல்லுங்க. தேவனாகிய இயேசு கிறிஸ்து மழை போல் நமக்குள்ளாக வாசம் செய்ய போகிறார். அடுத்தது അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. அவன் முன்மாறி அல்ல, ஒரு பின்மாறியாகவும் கர்த்தர் வர போகிறார். ஹல்லேலூயா. പറഞ്ഞ വാക്യം. അവൻ മഴയെ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. அவருடைய புறப்படுதல் அரணோதயம் போல் ஆயத்தமாய் இருக்கிறது. அவருடைய புறப்படுதல், അവന്റെ പുറപ്പെടൽ, അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ള. വായിച്ചാട്ടെ. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ള. സ്ക്രീൻ കണ്ടട്ടെ. കർത്താവിന്റെ ഉദയം പ്രഭാതം പോലെ എന്തായിരിക്കുന്നു? நிச்சயமாக படிக்கலாமா? அவருடைய புறப்படுதல் அருணோதயம் போல் ஆயத்தமாய் இருக்கிறது. ஹல்லேலூயா. கர்த்தர் ஆயத்தமாய் விட்டார், நீங்கள் ஆயத்தமா? ദൈവം തയ്യാറായാൽ നിങ്ങൾ തയ്യാറാണ്.
ஆயத்தமா இருக்கிறார். நீங்கள் ஆயத்தமா? ദൈവം തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? சிதறிப்போன ஆடுகள விஷயத்தை பார்ப்பதற்கு மேய்ப்பன் வந்து விட்டார். அந்த விஷயத்தை கர்த்தருக்கு கொடுப்பதற்கு நீங்கள் தயாரா? ചിതറിപ്പോയ വിഷയങ്ങളെ നോക്കുവാൻ വേണ്ടി ഇടയൻ കടന്നു വന്നോ? ആ ഇടയന്റെ കയ്യിൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ஆமென். தயார் என்றால் ஆமென், உன்னை கொண்டு போவதற்கு அவர் தயார். നമ്മൾ തയ്യാറായ നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മുടെ ഇടയൻ തയ്യാറാണ്. ஆமென். பழைய அபிஷேகம் அல்ல, ஒரு புதிய ஒரு பின்மாரியினுடைய அபிஷேகத்தை தேவன் நமக்காக கொடுக்க போகிறார். പഴയ അഭിഷേകമല്ല, ഒരു പിന്മഴയുടെ അഭിഷേകത്തെ നമ്മൾ കൊടുക്കാൻ പോകുന്നു. അതോറിറ്റി തലங்களுக்குள்ளாய் தேவன் நம்மை கொண்டு போக போகிறார். ചില അധികാരത്തിന്റെ ഉള്ളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുവാൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ വേണ്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വസിക്കുന്ന കരങ്ങളിലേക്ക് ഓ, നിന്റെ അകത്ത് കിടക്കുന്ന അധികാരം ഈ കാലങ്ങൾ വെളിപ്പെടട്ടെ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അധികാരങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പെടട്ടെ. ആമേൻ. ഒരു പിന്മാറി ദൈവം നമുക്കായി കൊടുக்க போகிறார். ഈ പിന്മഴയെ ദൈവം നമുക്ക് വേണ്ടി കൊടുക്കുവാൻ ஒரு പോകുന്നു. முன்மழை என்றால் ஒரு பின்மழை இருக்கிறது. മുൻമഴ ഉണ്ടെങ്കിൽ പിന്മഴയുമുണ്ട്. பின்மாறி இருந்தால் ஒரு பின்மாறி இருக்கிறது. മുൻമഴ ഉണ്ടെങ്കിൽ പിന്മഴയുമുണ്ട്. நமக்காக அருணோதயம் போல் நமக்காக உதித்திருக்கிறார். ദൈവം നമുക്ക് ഉദയം പോലെ പ്രഭാതം പോലെ அவர் വരികയാണ്. அருணோதயம் போல் நமக்காக ஆயத்தமாய் இருக்கிறார். ദൈവം നമുക്ക് വേണ്ടി കടന്നു വരാൻ തയ്യാറായിരിക്കുന്നു. ஆமென். கூலிக்கு வேலை செய்கிற மேய்ப்பனல்ல நம்முடைய ஆண்டவராகிய இயேசு கிறிஸ்து. കൂലി വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഒരു ഇടയനല്ല നമ്മുടെ കർത്താവായ യേശു. தன்னுடைய சொந்த ரத்தம் உனக்காய் கொடுத்து நல்ல ஒரு மேய்ப்பன் என்கிற ஆமென் தேவனுடைய பரலோகத்தின் நிச்சயத்தை பெற்றவர் ஆண்டவராகிய இயேசு கிறிஸ்து. തന്റെ ജനത്തിന് വേണ്ടി തന്റെ രക്തത്തെ കൊടുത്ത് വീണ്ടെടുത്ത ആ സ്വർഗ്ഗത്തിന്റെ ആ എല്ലാ ഇഷ്ടത്തെ നിവർത്തിച്ചതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. சிதற செய்வதற்கு ஓநாய்கள் ஆமீன் ஆமீன் மாடுகளுக்குள்ளாய் கடந்து வரும்பொழுது, கூலிக்கு வாங்குகிற மேய்ப்பர்கள் ஓடி போகும் பொழுது, നമ്മളെ ചിതറിക്കുവാൻ വേണ്ടി ചെന്നായികൾ നോക്കി കടന്നു വരുമ്പോൾ നമ്മളെ വാങ്ങുവാൻ വേണ്ടി വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ஆமென் அல்லல்ல ஆமென் 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 நம்மளை சிதறிப்பதற்காக நம்ம சிதறிப்பான் வேண்டி ஆமென் சென்னாய்கள் நம்மளை தேடி கடந்து வந்த ஆமென் பல விஷயத்துக்கு எதிராக கடந்து வந்தപ്പോൾ விட்டுட்டு ஓடுவானுள்ள கூலிக்கு வாங்கிய இடையனல்ல നമ്മുടെ ഇടയൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയൻ ആരാണെന്ന് നിങ്ങൾ ആമെൻ തിരിച്ചറിഞ്ഞാൽ ആമെൻ ആടുകൾ ഇടയന്റെ ശബ്ദത്തിൽ കേട്ടിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ചെന്ന് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ ചെന്ന് വായിക്കണം. നിങ്ങൾ എല്ലാവരും சென்று யோவான் 10-ാം அதிகாரம் வாசிக்க வேண்டும். அங்கே சொல்கிறார், நானே நல்ல மேய்ப்பன். യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു. அவன் நல்ல மேய்ப்பன், தன் ஆடுகளுக்காக ஜீவனை கொடுக்கிறான். നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. அவன் உலகத்தரமான மேய்ப்பன், கூலிக்கு தன் ஆடுகளை மேய்க்கிறான். ഈ ലോകപ്രകാരമുള്ള ഇടയൻ കൂലി വാങ്ങിച്ച് ഇടയനെ ആടുകളെ മേയ്ക്കുന്നു. அவனால் சொந்த விலையை நமக்காக கொடுத்து இந்த ஆடுகளை வாங்கினவர் தான் நம்முடைய இடையன். ആ സ്വന്തം വില കൊടുത്ത് ആടുകളെ വാങ്ങിയതാണ് നമ്മുടെ ഇടയൻ. தன்னுடைய சொந்த ரத்தத்தை கொடுத்து ஆமென் தன்னுடைய ஆடுகளை விலைக்கு வாங்கினவர் தான் ஆமென் ஆண்டவராகிய இயேசு கிறிஸ்துவின் ரத்தம். തന്റെ സ്വന്തം രക്തത്തെ കൊടുത്ത് നമ്മളെ ഓരോരുത്തരും വിലയ്ക്ക് വാങ്ങിയതാണ് കർത്താവായ യേശു அந்த அப்போஸ்தலன் பவுல் சொல்கிறார், நீங்கள் கிரியத்துக்கு கொல்லப்பட்டிருக்கிறீர்கள். நீங்கள் கிரியத்துக்கு விலைக்கு வாங்கப்பட்டிருக்கிறீர்கள். അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യം വായിച്ചു. ആമേൻ. നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കപ്പെട്ടിരിக்கிறீர்கள். 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ஆமென். யாரை வாங்கியிருக்கிறார்? നമ്മൾ சொல்லுங்க சொல்லுங்க, யாரை வாங்கியிருக்கிறார்? உங்களை ஆண்டவராகிய இயேசு கிறிஸ்து விலைக்கு வாங்கியிருக்கிறார். ஆமென். அந்த விலை ஆமென் தன்னுடைய ரத்தத்தினால் கொடுத்த விலையா இருக்கிறது. നമ്മളെ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന ആ വില എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ஆமென். அவர் விலைக்கு வாங்கப்பட்டிருக்கிறவர்கள் நானும் நீங்களும் சிதறி போவதற்கு மேய்ப்பன் விடமாட்டார். ആ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിതറി പോകുവാൻ നമ്മുടെ ഇടയിൽ സമ്മതിക്കുന്നില്ല. அதனால் ஏற்ற காலத்தை என் சபைக்கு நீ கட்டளையிடு தேவனுடைய வார்த்தை நான் கேட்டேன். അതുകൊണ്ടാണ് ഞാൻ തക്ക സമയത്തിനുള്ള ആ വാക്ക് പറയുവാൻ ഞാൻ ஆண்டவர் சொன்னார், நான் நின் ஆடுகளை தேடி வந்திருக்கிறேன். കർത്താവിനോട് പറഞ്ഞു, ഞാൻ ആടുകളെ തേടി വന്നിരിക്കുന്നു. அவளை மலையின் மேல் நான் கொண்டு போக ഞാൻ போகிறேன். അവരെ മലമേൽ കൊണ്ടുപോകാൻ പോകുന്നു. பலமுள்ளதெல்லாம் குத்தின அனுபவங்கள் இருக்கிறது. ബലമുള്ളതൊക്കെ നമ്മൾ കുത്തുന്ന അനുഭവങ്ങളുണ്ട്. தொழுவத்தில் பலமுள்ளதெல்லாம் பலவீனமான ஆடுகளை குத்தின அனுபவம் இருக்கிறது. ബലമുള്ള ആടുകളൊക്കെ ബലഹീനമുള്ള ആടുകളെ കുത്തുന്ന അനുഭവങ്ങളുണ്ട്. ஆமென். ഇപ്പോൾ 2025 ബലവീനപ്പെട്ട സകല ആടുകൾക്കും தேவன் பலத்தை கொடுக்க ഈ போகிறார். 2025 ബലഹീനപ്പെട്ട എല്ലാ ആടുകൾക്കും ദൈവം ബലം കൊടുക്കുവാൻ எசேக்கியேல் 34-ாம் அதிகாரம் வாசித்தோம். பலமுள்ளதனை தேவன் மாற்றி வைத்து பலவீனத்தை தேவன் தெரிந்து கொண்டிருக்கிறார். അതുകൊണ്ടാണ് എസേക്കിയേലിന്റെ പുസ്തകം നമ്മൾ വായിച്ചത് ബലഹീനത്തെ മാറ്റി
ബലമുള്ളതിനെ മാറ്റി വെച്ച് ബലഹീനമായതിനെ ദൈവം തേടി വന്നു. അവൻ തേടി വന്ന് അവർക്ക് ബലത്തെ தேவன் கொடுக்கிறார். അതിന് ദൈവം ബലത്തെ കൊടുക്കുവാനിടയായിരുന്നു. அவன் இப்பொழுது நான் என் ஆண்டவர் சொல்லுகிறார், நீங்கள் எல்லாரும் பலப்பட்டு இருக்கிறீர்கள். ദൈവം പറയുന്നു നിങ്ങൾ എല്ലാവരും ബലപ്പെട്ടിരിക്കുന്നു. എത്ര പേർ കരങ്ങൾ വെച്ച് ആമേൻ சொல்ல முடியும்? എത്ര പേർ കരങ്ങൾ വെച്ച് ആമേൻ പറയും? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സെഷൻ ആമേൻ ഒരു പ്രവചന സെഷനാ. ആമേൻ വിശ്വസിച്ച് നിങ്ങളുടെ എല്ലാ വിഷയത്തിന്മേലും കർത്താവിന്റെ കരം ചലിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് ആമേൻ. ഇന്ന് ദീർഘദർശന വാർത്തയെ നിങ്ങൾ വിശ്വാസിച്ചിരിക്കുന്ന സകല വിഷയത്തിന്മേലും കർത്തരുടെ കരം ഇറങ്ങിയിരിക്കുന്നത്. ആമേൻ ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ ബലഹീനനല്ല, കർത്താവിന്റെ കയ്യിൽ ബലവാനായി മാറിയിരിക്കുന്നു. ஹல்லேலூயா. நீங்கள் பலவீனர்கள் அல்ல, கர்த்தருடைய கரங்களில் இருக்கிற பலவானாய் மாறியிருக்கிறீர்கள். ஹல்லேலூயா. ஆமென். அதுதான் தேவன் வசனம் சொல்கிறது, நானே நல்ல மேய்ப்பனாய் உங்களோடு கூட இருக்கிறேன். അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനായിരിക്കുന്നു. இது எத்தனை பேர் சொல்ல முடியும்? அவருடைய சத்தத்துக்கு கீழ்ப்படிகிற அனுபவத்தை எத்தனை பேர் வர முடியும்? എത്ര പേർക്ക് പറയാൻ ഞാൻ ആ നല്ല ഇടയന്റെ ശബ്ദത്തിന് ഞാൻ കേട്ട് അനുസരിക്കുന്നു. அதான் 3ஆம் வசனம் சொல்லுகிறது. ஆமென் சொல்றேன். ஆமென். ஓசியா 6ஆம் அதிகாரம் 3ஆம் வசனம், நான் அறிவடைந்து என்ன செய்யணும்? இப்பொழுது நீங்கள் അറിവടയണോ? നാം അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞുകൊള്ളുക. ഇപ്പോഴായാലും ഒന്ന് അറിഞ്ഞുകൊള്ളുക. ഇപ്പോഴാലും ഒന്ന് അറിഞ്ഞുകൊള്ളുകൾ. നിങ്ങൾ കർത്തരെ അറിഞ്ഞു കൊള്ളുവதற்கு കർത്താവിനെ അറിയുവാൻ നിങ്ങൾ എന്ത് ചെയ്യുവീൻ? ഉത്സാഹിപ്പിൻ. എത്ര പേർ ഉത്സാഹമുള്ളവരായി കടന്നു വരുന്നു? ഹല്ലേലൂയ. കർത്തരെ അറിഞ്ഞു കൊള്ളുവதற்கு അറിയുമ്പടിക്ക് തുടർന്ന് ഇതുവരെ അറിഞ്ഞവർ തുടർന്ന് ഇനി ഇതുവരെ നിങ്ങൾ അറിഞ്ഞവരാണെങ്കിൽ തുടർന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു പോകാം. എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? അത് ക്രിസ്തുവിൽ വളരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, അത് கிறிஸ்துவுக்குள்ள வளருகிற ஒரு அனுபவம் என்று சொல்லி எத்தனை பேர் அது அறிவடைவதற்கு போவதற்கு தயாராக இருக்கிறீங்க? കർത്താവിനെ അറിയുവാൻ എത്ര പേർ പോകുവാൻ തയ്യാറാകുന്നു? കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. അങ്ങനെ ആയിരിക്കുമ്പോൾ ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുങ്ങി നമുക്ക് വേണ്ടി വന്നിരിക്കുന്നു. அப்படி கடந்து போகும்போது ஆயுதமாக கர்த்தர் நமக்காக வந்திருக்கிறார். ஆமென். எத்தனை பேர் சொல்ல முடியும்? ஒரு ஆசீர்வாதமான மழை எனக்காக பெய்ய போகிறது.